കേട്ടിടത്തോളവും അറിഞ്ഞിടത്തോളവും രാജ്യത്തിന്റെ ജനാധിപത്യം കൊള്ളയടിക്കാൻ കൂട്ടുനിന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വോട്ട് നഷ്ടമായവരെ പൊതുവേദിയിൽ എത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ട് കൊള്ളയ്ക്ക് 100% ശക്തമായ തെളിവ് ഇതാ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം. ഒരു സിസ്റ്റത്തെയാകെ ഹൈജാക്ക് ചെയ്ത് നടത്തിയ വോട്ട് നീക്കം ചെയ്യൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ കർണാടകയിൽ നിന്ന് കർണാടക CID കഴിഞ്ഞ 1.5 വർഷത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എഴുതിയ 18 കത്തുകൾക്ക് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയില്ല? അപ്പോൾ പിന്നെ ഈ വോട്ടുകൊള്ള നടത്തിയത് കമ്മീഷൻ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കണം. എങ്ങനെയാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തായത്? തട്ടിപ്പിന്റെ രീതി എങ്ങനെയായിരുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കോൾ സെന്റർ അല്ലാതെ പുറത്ത് ഒരു കേന്ദ്രം വഴി ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ വഴിയാണ് തട്ടിപ്പ് നടക്കുന്നത്. ഈ സിസ്റ്റം അനധികൃതമായി വോട്ട് ചേർക്കുന്നതിനും ഡിലീറ്റ് ചെയ്യിക്കുന്നതിനും മാത്രമായി സൃഷ്ടിച്ചതാണ്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഒരേ നമ്പർ ഉപയോഗിച്ചാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. കർണാടകയിലെ 2023 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടുകൾ വ്യാപകമായി നീക്കം ചെയ്യപ്പെട്ടതിനെ കുറിച്ചറിയാൻ അന്നു മുതൽ ഇന്ന് വരെ കർണാടക CID 18 കത്തുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ കത്തയച്ചത് സെപ്റ്റംബർ മാസത്തിലാണ്. എന്നാൽ ഒന്നിന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ മറുപടി നൽകിയിട്ടില്ല. ഇതുതന്നെ വോട്ടുകൊള്ള നടത്തുന്ന ആ അജ്ഞാത സംഘത്തെ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം ഉയർത്തുന്നു. ഏറ്റവും അവസാനം ഇക്കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അയച്ച 5 കത്തുകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. അയച്ച 18 കത്തുകളുടെയും ഉള്ളടക്കം ഏതാണ്ട് ഒന്ന് തന്നെയായിരുന്നു. വോട്ടുകൾ നീക്കം ചെയ്യുന്നതിന് അപേക്ഷ സമർപ്പിച്ച ഉപകരണങ്ങളുടെ മൊബൈൽ ഫോണിന്റെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെയോ അവയുടെ IP വിവരമോ നൽകണമെന്നായിരുന്നു കത്തിലെ ആവശ്യം. ഫെബ്രുവരി 1 ഒരു കത്ത് കർണാടക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് എത്തുന്നത്. കത്തിലെ ഉള്ളടക്കം ഇതായിരുന്നു: വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ ലോഗിൻ ചെയ്തത് OTP ഉപയോഗിച്ചാണോ അതോ 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ഉപയോഗിച്ചായിരുന്നു? അങ്ങനെയെങ്കിൽ OTP ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്തത് എങ്കിൽ ഏത് നമ്പറിലേക്കാണ് OTP അയച്ചത്? ലോഗിൻ ചെയ്ത മൊബൈൽ നമ്പറിലേക്കാണോ അതോ മറ്റേതെങ്കിലും നമ്പറിലേക്കാണോ? ഇത്രയും ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കത്തിനെ കുറിച്ച് ഫെബ്രുവരി 4 തന്നെ കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതി. വോട്ട് നീക്കം ചെയ്യാനുള്ള ഓൺലൈൻ അപേക്ഷയുടെ വിശദാംശങ്ങൾ കർണാടക CID ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കത്തിനോട് മൗനം പാലിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി ലഭിക്കാതായതോടെ 10 ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി 14 വീണ്ടും 10 ദിവസങ്ങൾക്കപ്പുറം ഫെബ്രുവരി 25 ഓരോ കത്തുകൾ കൂടി CID തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചു. അത് കഴിഞ്ഞ് മാർച്ച് 14 വീണ്ടും CID വിഭാഗത്തിന്റെ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെത്തി. കത്തുകളുടെ തീയതികളിൽ മാത്രമായിരുന്നു മാറ്റം. ഉള്ളടക്കം എല്ലാം ഒന്ന് തന്നെ. പക്ഷേ മറുപടി കിട്ടിയില്ല. ഇത് തന്നെയല്ലേ വോട്ടുകൊള്ള നടത്തുന്നവർക്ക് സഹായം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന സംശയത്തിന് ആധാരമാകുന്നത്? ഇക്കാര്യം തന്നെയാണ് ഇന്ന് രാഹുൽ ഗാന്ധി തന്റെ വാർത്താ സമ്മേളനത്തിലൂടെ ഉന്നയിച്ചതും. അതല്ലെങ്കിൽ കർണാടക CID ആവശ്യപ്പെട്ട ഡിജിറ്റൽ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറട്ടെ. അപ്പോൾ പിന്നെ കമ്മീഷന് തങ്ങളുടെ സുതാര്യത തെളിയിക്കുകയുമാകാം. കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ സ്വന്തം അമ്മാവന്റെ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു BLO നടത്തിയ പരിശോധനയാണ് വോട്ട് ജോലിയുടെ പുതിയ തലങ്ങൾ പുറത്തെത്തിച്ചത്. പരിശോധനയിൽ സ്വന്തം അയൽക്കാരനാണ് വോട്ട് നീക്കാൻ പ്രവർത്തിച്ചത് എന്നും ഡിലീറ്റ് ചെയ്തത് എന്നും കണ്ടെത്തി. എന്നാൽ അയാൾക്ക് അതേക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് രാഹുൽ ഗാന്ധി ആരോപിച്ച ഒരു കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള വോട്ട് നീക്കലിനെ കുറിച്ച് അറിയേണ്ടത്. ഓരോരുത്തരുടെ പേരിൽ വ്യാജ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്ത് അതുപയോഗിച്ച് മറ്റുള്ളവരുടെ വോട്ടുകൾ നീക്കം ചെയ്യുക. എന്നാൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നവരോ നീക്കുന്നവരോ ഒന്നും അറിയുന്നില്ല. പുറത്തു നിന്നുള്ള ചിലരാണ് ഈ കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ഹൈജാക്ക് ചെയ്ത് വോട്ടുകൾ നീക്കം ചെയ്യുന്നത്. 14 മിനിറ്റ് കൊണ്ട് 12 വോട്ടുകൾ നീക്കം ചെയ്ത സൂര്യകാന്ത്, 38 സെക്കൻഡ് കൊണ്ട് 2 ഡിലീഷൻ ഫോമുകൾ പൂരിപ്പിച്ച നാഗരാജ്, ഇവർക്കൊന്നും തങ്ങളുടെ പേരുപയോഗിച്ച് ഇത്തരമൊരു തട്ടിപ്പ് നടക്കുന്നതായി ഒരറിവും ഉണ്ടായിരുന്നില്ല. അലന്ത് മണ്ഡലത്തിൽ 6018 വോട്ടുകൾ ആരോ നീക്കം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം.
ദശലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഇത്തരത്തിൽ രാജ്യത്താകമാനം നീക്കം ചെയ്യുന്നത്. പ്രധാനമായും പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ദളിതർ, ഗോത്ര വിഭാഗക്കാർ, പിന്നാക്കക്കാർ, മുസ്ലിങ്ങൾ എന്നിവരെ പ്രത്യേകം ലക്ഷ്യമിട്ടാണ് വോട്ട് നീക്കം. പട്ടികയിൽ നിന്ന് വോട്ട് നീക്കാനുള്ള അപേക്ഷകനായി കാണിക്കുന്നത് ഓരോ ബൂത്തിലെയും ആദ്യത്തെ വോട്ടറുടെ പേരായിരിക്കും. എന്നാൽ ഇവർക്കാർക്കും തങ്ങളുടെ പേരിൽ ഇത്തരമൊരു തട്ടിപ്പ് നടക്കുന്നതായി ഒരു അറിവും ഉണ്ടാകില്ല. കർണാടകയിൽ മാത്രമല്ല, ഹരിയാന, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെല്ലാം ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായി നടന്നിട്ടുണ്ട്. കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ ഒഴിവാക്കലാണ് നടന്നത് എങ്കിൽ മഹാരാഷ്ട്രയിലെ രജൂരയിൽ കൂട്ടിച്ചേർക്കലാണ് നടന്നത്. മഹാരാഷ്ട്രയിലെ രജൂര മണ്ഡലത്തിൽ 6850 വ്യാജ വോട്ടുകളാണ് ചേർത്തത്. പല പേരുകളിലും നമ്പറുകളിലുമായി കൃത്യമല്ലാതെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടവരുടെ വിവരമുള്ളത് എന്ന് കൂടി രാഹുൽ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ട വിവരങ്ങളാണ്. സെപ്റ്റംബർ 1 രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്രയുടെ സമാപനത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. വോട്ട് ചോരിയെക്കുറിച്ച് ആദ്യം നടത്തിയ വെളിപ്പെടുത്തൽ ഒരു ആറ്റം ബോംബാണെങ്കിൽ ഒരു ഹൈഡ്രജൻ ബോംബ് കൂടി വരാനുണ്ടായിരുന്നു എന്നായിരുന്നു അത്. അതിന്റെ ടീസറായി ഒരുപക്ഷെ ഇന്നത്തെ വെളിപ്പെടുത്തലിനെ വിലയിരുത്താം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന ഈ തീവെട്ടിക്കുള്ളയെക്കുറിച്ചുള്ള ഹൈഡ്രജൻ ബോംബ് പുകഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് പൊട്ടിത്തെറിക്കുന്നതോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചാരമാകും. അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണങ്ങൾക്ക് മറുപടിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിട്ടുമുണ്ട്. രാഹുലിന്റെ ആരോപണങ്ങൾ തെറ്റും അടിസ്ഥാനമില്ലാത്തതുമാണ്. രാഹുൽ പറയുന്നത് പോലെ ആർക്കെങ്കിലും ഓൺലൈനായി മറ്റാരെയെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാനാകില്ല എന്നുമാണ് കമ്മീഷൻ എക്സ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ആളുകളെ നീക്കാനാകും എന്നത് രാഹുലിന്റെ തെറ്റിദ്ധാരണയാണ് എന്നാണ് കമ്മീഷന്റെ വാദം. 2023 കർണാടകയിൽ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർമാരെ നീക്കാനുള്ള ശ്രമം ചിലയിടങ്ങളിൽ നിന്നുണ്ടായി എങ്കിലും വിജയിച്ചില്ല എന്നും കമ്മീഷൻ പറയുന്നുണ്ട്. ഇക്കാര്യം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണ്. അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ 2018 BJPയുടെ സുഭാത് ഗട്ടിദാറാണ് വിജയിച്ചത് എന്നും 2023 കോൺഗ്രസിലെ BR പാട്ടീലാണ് വിജയിച്ചത് എന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ രാഹുൽ ഗാന്ധി തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ നടത്തിയ യാത്ര വോട്ട് മോഷണത്തിനെതിരെ ആയിരുന്നില്ല, അത് നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നുവെന്നാണ് അമിത്ഷാ ബീഹാറിലെ റോഹ്താസിൽ നടന്ന റാലിയിൽ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറഞ്ഞിരിക്കുന്നത്. രാഹുലിനെതിരെ തിരിച്ചടിക്കുക എന്നതല്ലാതെ കൃത്യമായി രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഇതുവരെ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ഇവിടെ ഓർക്കണം.